ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ബാക്ക് ടു GK വേൾഡ്. ഇപ്പോൾ സമയം 6 മണിയാണ്. 6 മണിയല്ല, 5:55 രാവിലെ 5:55. അപ്പോൾ ഞാൻ എണീറ്റ പാടെ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. വേറെ ഒന്നുമില്ല, ഇന്ന് +2 മാത്സ് എക്സാമാണ്. സോ അതിൻ്റെ സൗണ്ട് വരെ വളരെ എന്താ പറയുക, ശോകമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക. എണീറ്റ ഉടനെ എടുക്കുന്ന വീഡിയോ ആണ്. സോ ഇന്ന് +2 മാത്സ് പരീക്ഷയാണ്. അവന്മാർക്ക് എങ്ങനെയെങ്കിലും ഒരു 40 മാർക്ക്, 60-ൽ 40 മാർക്കെങ്കിലും, ആവറേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടി അവർക്കൊരു 40+ മാർക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ കുറച്ച് പ്രോബ്ലംസ് കൂടി പറഞ്ഞു കൊടുത്ത് അവന്മാരെ ഒന്ന് സെറ്റാക്കിയിട്ട് വിടണം. സോ അതാണ് ഞാൻ ഇന്ന് രാവിലെ നേരത്തെ തന്നെ ട്യൂഷൻ വെച്ചത്. സോ വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു GK വേൾഡ്. ഹിയർ വി ഗോ. അങ്ങനെ നമ്മൾ പല്ലൊക്കെ തേച്ച് സെറ്റായി വന്നിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ ട്യൂഷൻ പോകുന്നു. എന്നാണ് പറഞ്ഞാൽ കുറേ പരിപാടികളുണ്ട്. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റ് പോകണം. ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ആദ്യം ട്യൂഷന് പോകാം. മോർണിംഗ് ട്യൂഷൻ വ്ലോഗ്. പഠനത്തിന്റെ കൊടുമുടിയിൽ കയറിയിരിക്കുന്ന +2 വിദ്യാർത്ഥികൾ. എന്താണോ കിട്ടിയാലോ? കുഴപ്പമില്ലല്ലേ? അങ്ങനെ നമ്മൾ ട്യൂഷൻ കഴിഞ്ഞ് നേരെ വന്നത് ഭക്ഷണത്തിന് മുന്നിലേക്കാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ കുളിച്ചിട്ടാണ് നേരെ ഭക്ഷണത്തിന് വന്നത്. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നീണ്ടു നിവർന്നൊരു ലിസ്റ്റ് തന്നെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എത്ര മാസത്തേക്ക് ഉണ്ടാവും ഈ ലിസ്റ്റ്? എത്ര മാസത്തേക്ക് ഉണ്ടാവും? ഇതൊരു മാസത്തേക്ക് ഉണ്ടാവുള്ളൂ അല്ലേ? പിള്ളേര് ഈ കർട്ടന്മ കടന്ന് കളിയുണ്ടാ? ഈ ഇതുമ്മ എന്താ പറയാ, ഈ തട്ടിയാമട്ട് കളിക്കണ്ട? ഈ നൂലൊക്കെ ഇങ്ങനെ അതായിട്ട് കിടക്കണല്ലോ. സാധനം ഇതെന്താ ഒരു മെനയില്ലാത്ത രീതിയിലുള്ള നടക്കുന്ന സംഭവം. എന്ത് ഒന്നിൽ തന്നെ ഇങ്ങനെയല്ലേ? ഒരെണ്ണം ഇങ്ങനെ നല്ല വിടർന്നിട്ട് ഇതിങ്ങനെയല്ലേ? അതെന്താണാവോ എന്ത് സംഭവം? ഇത് വേറെ ചെടിയാണോ? ചെടിയാണ്. കളറിലും വ്യത്യാസമുണ്ട്. ചിലപ്പോ നല്ല കളറിൽ വരും. മുല്ലപ്പൂ ഉണ്ടായിട്ടില്ലേ? മുല്ലപ്പൂ വളരെ കുറച്ചാണ് ഉണ്ടായിട്ടുള്ളൂ. പണ്ട് ഇവിടെ ഉള്ള അടിപൊളിയായിരുന്നു. മുട്ട് കാണിക്കാലോ. അലറി അരളിപ്പൂവ്. ഏതാ കളറാ ഇത്? അന്ന് കൊണ്ടുവന്നപ്പോ ഏതാ കളറായിരുന്നത് ഈ അരളി? ഇത് ഈ മുട്ട ഇങ്ങനെ തന്നെ നിൽക്കാൻ കൊറേ കാലായാലോ അല്ലേ? ഉണ്ടാവാത്തത് ഉണ്ടാവുമായിരിക്കാം. ഇതുമ്പോ എന്തൊരു വൈറ്റ് കളറൊക്കെ വരുന്നുണ്ടല്ലോ സംഭവം. ഒരു വൈറ്റ് ഷെയ്ഡ് കളറൊക്കെ വരുന്നുണ്ട്. വലിയ ഇതല്ല, ജമന്തിയല്ല. ഞാൻ ഉണ്ടായി നിൽക്കണുണ്ട്. ഇത് വെട്ടി കളറായി. അതൊക്കെ കേടുകളുണ്ട് ചെറുതിന്. യെസ്, അങ്ങനെ പോട്ടെ. സൂപ്പർ മാർക്കറ്റിലേക്ക് പോട്ടെ. സൂപ്പർ മാർക്കറ്റ് ഇന്ന് +2കാർക്ക് ഇതാണ് മാത്സ് പരീക്ഷയാണ്. എന്തോ എഴുതി തീർക്കേണ്ട ആൾക്കാർ. ഏറ്റവും ടഫായിട്ടുള്ള സംഭവമാണ്. പഠിച്ചാൽ എളുപ്പമാണ്. പിള്ളേരുകൾ ശരിയാക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കോട്. ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ വാങ്ങിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് സോപ്പ്, അതേപോലെ സോപ്പ് പൗഡർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നേരെ ഈ സെക്ഷനിലേക്കാണ് ആദ്യം വന്നത്. പിന്നെ അതിന് ശേഷം നമ്മുടെ
ആട്ട, അതേപോലെ തന്നെ ഗോതമ്പ് പൊടി, ഗോതമ്പ് റവ, അതേപോലെ റവ, സാധാരണ റവയുണ്ട്, അരിപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ എല്ലാം കഴിഞ്ഞ് തട്ടിക്കൂട്ടി ഈ ഒരു ബാസ്ക്കറ്റ് മൊത്തം എടുത്ത് നമ്മൾ ബില്ലാക്കി. നാളെ ഇല്ലടാ, വേനൽക്കാലങ്ങളിൽ നമ്മൾ വീടിൻ്റെ ഉമ്മറത്ത് വെള്ളം വയ്ക്കുന്നതിലാണ്. കാരണം ഇത്തരത്തിലുള്ള പക്ഷി മൃഗാദികൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ സമയം 1:30. നമുക്ക് ഫുഡ് കഴിച്ച്, ഞാൻ സാധാരണ അധികം ചോർന്ന് കഴിക്കാറില്ല, പക്ഷെ ഇന്ന് നല്ല വിശപ്പുള്ളവരോട് കഴിക്കും. കണ്ണട എടുക്കുക, കണ്ണട തൊപ്പിണ്ടാ, തൊപ്പിയില്ല, കണ്ണട എടുക്കുക നോക്കട്ടെ. ഇങ്ങനെയാണോ ബാഗ് ചവിട്ടാൻ പാടില്ല? നമ്മള് ബാഗ് നമ്മൾ ചവിട്ടാൻ പാടില്ല. കുട്ടിയുടെ കണ്ണട നോക്കട്ടെ, നല്ല ഭംഗിയുണ്ടോ നോക്കട്ടെ. ട്യൂഷൻ ക്ലാസ്സിലേക്കൊക്കെ ഫ്രീ ആയിട്ട് പിള്ളേര് വരിക. അങ്ങനെ കണ്ടുപിടിച്ചോ ഒക്കെ. എവിടെ ബാഗ്? എവിടെ കണ്ണട എടുക്ക നോക്കട്ടെ. ഇല്ലേ, പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എന്റെ നഷ്ടപ്പെട്ടു പോയ MB തിരിച്ചു വന്നോ വീഡിയോന്റെ? അല്ല, ഒരു ദിവസം വിഴുങ്ങണ 2023 ഏത് 29 ജനുവരിയാ? അന്ന് എനിക്ക് വല്ല പ്രാന്തായിരുന്നാ? രാവിലെ പട്ടം വിഴുങ്ങാനും ഉച്ചയ്ക്ക് കോലി വിഴുങ്ങാനൊക്കെ ഇട്ട് വേറെ ഒന്നും തിന്നാന്നില്ലേ വീട്ടുകാര്? ഇവൻ ഒരേ ദിവസമാണോ ഇപ്പൊ എല്ലാം വിഴുങ്ങിയത്? റിമോട്ടിന്റെ ഇത്, കീ, അതേപോലെ തന്നെ എന്താ ഗോലി. അല്ലടാ, ഇത് ഒരു ദിവസം തന്നെ നീ വിഴുങ്ങിയത് നീ പറയണു. അവൻ പറയണു പല പല ദിവസങ്ങളിലായി പല പല നേരങ്ങളിലെ വിഴുങ്ങിന്ന്. നീ വിഴുങ്ങിയതായിരിക്കുന്നു. എടാ, ഇതറിഞ്ഞോണ്ട് വിഴുങ്ങിയതാണോ അതോ അബദ്ധവശ പോയതാണോ? 4 ഒരെണ്ണം വിഴുങ്ങി, പിന്നെ രണ്ടാമത്തെ വിഴുങ്ങി, മൂന്നാമത്തെ, നാലാമത്തെ അറിയാണ്ട് പോണതാ. എന്നിട്ട് വിഴുങ്ങിട്ട് ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ തന്നെ അപ്പൊ എന്താ പറഞ്ഞേ? ഇതേപോലെ എന്റെ കൂട്ടുകാരന്റെ പെങ്ങളുടെ കുട്ടിയെ 5 രൂപയുടെ കോയില്ലേ, 5 രൂപയുടെ കോയിൻ, 5 രൂപയുടെ കോയിൻ വിഴുങ്ങി കളിയുടെ ഇടയില്. 5 രൂപയുടെ കോയിൻ വിഴുങ്ങിയിട്ട് ഇത് ഇവിടെ ഇല്ലേ ആ ചെസ്റ്റിന്റെ ദീപാത്തൊക്കെ ആയിട്ട് വന്ന് തടഞ്ഞിക്കായിരുന്നു കോയിൻ സ്കാൻ ചെയ്തപ്പോ. എന്നിട്ട് അത് ഇറക്കാൻ പറ്റ പാടുണ്ടല്ലോ. മനസ്സിലായി? ഇതേപോലെ കണ്ടെടുത്ത് വിഴുങ്ങിണ്ടെങ്കിലോ വേണോ നിനക്കിത്? വേണോ നിനക്ക്? വേണോ ടേസ്റ്റ് ചെയ്യാൻ? ഓരോ സാധനങ്ങൾ കൊണ്ടു നടക്കുക. പലതും വിഴുങ്ങോ? ഭക്ഷണം അല്ലാണ്ട് കളിക്കണ സാധനങ്ങളെടുത്ത് വായിലിടുവോ? ചെയ്യരുതിട്ടാ. ഏതായി ഇവനൊക്കെ 4 കീ വിഴുങ്ങിയ പോലെ ഉള്ളിക്ക് പോണ്ടി വരും. അല്ല റിമോട്ടിന്റെ കീ, റിമോട്ടിന്റെ ഇതുകള് നീയാവും ചോറാന്ന് പറഞ്ഞ് വെച്ചു കൊടുക്കാറുള്ളത്. കാരണം നീയാണല്ലോ ചേട്ടൻ. ഈശ്വര അലമ്പ്. വന്നിരിക്കെ. ശരി. ഇല്ലടാ വിശ്വസിക്കില്ലേ? അവിടെ വന്നിരിക്കും. നീ പഠിക്കാനുള്ളത് തുടങ്ങിക്കോ. കഴിഞ്ഞു പഠിക്കാനുള്ളതോ. അങ്ങനെ ഗായ്സ്, നമ്മൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് നേരെ വടക്കുന്നാഥനിൽ ദർശനത്തിനായി പോയിരുന്നു. അങ്ങനെ വടക്കുന്നാഥനിൽ പോയി അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുത്തൻ വ്ളോഗുകൾ കാണുന്നതിനായിട്ട് ഈ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നതിനൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടാം. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. Bye. എൻ്റെ അമ്മോ, രാവിലത്തെ സൂപ്പർ മാർക്കറ്റ് ലിസ്റ്റിന് ശേഷം അമ്മ വൈകിട്ട് അയച്ച പച്ചക്കറി ലിസ്റ്റ്. ബൈ.